സഹകരണ മേഖലയിലെ സേവനങ്ങളെ പരിചയപ്പെടുത്തുന്ന സഹകരണ എക്സ്പോ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 260 സ്റ്റാളുകളിലായി 400-ലധികം സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് എക്സ്പോയിൽ നടക്കുന്നത്. സെമിനാറുകളും സാംസ്കാരിക പരിപാടികളും എക്സ്പോയുടെ ഭാഗമാണ്. സഹകരണ മേഖലയിലെ നേട്ടങ്ങളെയും സേവനങ്ങളെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹകരണ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളീയ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിയിൽ സഹകരണ സംഘങ്ങളുടെ സംഭാവന വിലയിരുത്തുക, ഈ മേഖല പടുത്തുയർത്തിയ മാതൃകകൾ, പ്രസ്ഥാനത്തിന്റെ വിജയഗാഥകൾ എന്നിവ സമൂഹത്തിലെത്തിക്കുകയാണ് എക്സ്പോയിലൂടെ ലക്ഷ്യമിടുന്നത്. 70,000 ചതുരശ്ര അടിയിലുള്ള ശീതീകരിച്ച 260 സ്റ്റാളുകളിലായി 400-ൽ പരം സഹകരണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് കനകക്കുന്നിലെ എക്സ്പോയിൽ നടക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള 12,000 ചതുരശ്ര അടിയിലുള്ള ഫുഡ് കോർട്ടും എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ 12 സെമിനാറുകൾ ഈ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ മന്ത്രിമാർ, MLA-മാർ, അന്തർദേശീയ, ദേശീയ തലത്തിലുള്ള മറ്റു പ്രഗത്ഭർ ഉൾപ്പെടെയുള്ളവർ ഈ സെമിനാറുകളിൽ പങ്കെടുക്കുന്നു. സമാപന ദിവസമായ 30 വരെ വൈകിട്ട് വിവിധ സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. കേരള സർക്കാരിന്റെ 100 ദിന പരിപാടിയുടെ ഭാഗമായി 2022-ലാണ് സഹകരണ എക്സ്പോ എന്ന ആശയം രൂപപ്പെടുന്നത്. 2025 അന്തർദേശീയ സഹകരണ വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായാണ് ഏപ്രിൽ 21 മുതൽ 30 വരെ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.